സോറി, ഏതാണ്ട് ആഴ്ചയിൽ ഇപ്പോൾ ഏതാണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം ബുധനാഴ്ച ഇത് സംഭവിക്കും, ക്യാബിനറ്റ് ബ്രീഫിംഗ് സംഭവിക്കും, തൊട്ടു പിന്നാലെ താങ്കളുടെ വളരെ ബൃഹത്തായ കൗണ്ടർ പോയിന്റുകൾ ഉണ്ടാവും. എന്താണ് ഈ രണ്ട് എറണാകുളംകാരും തമ്മിലുള്ള പ്രധാന പ്രശ്നം ഇപ്പോൾ? ഇത് എറണാകുളംകാരുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇത്രയധികം ജോലി തരരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. കാരണം നമ്മൾ മുഖ്യമന്ത്രി, ഞാൻ നേരത്തെ പറയുമ്പോൾ അദ്ദേഹം വേറെ രീതിയിലെടുത്തേ, നമ്മൾ മുഖ്യമന്ത്രി ആകുമ്പോൾ മുഖ്യമന്ത്രിയായി തന്നെ സംസാരിക്കേണ്ടി വരും. ഇപ്പം മന്ത്രിയായപ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ എനിക്ക് കുറേ കൂടി സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ സ്റ്റേറ്റിൻ്റെ അഭിപ്രായം പറയുന്നത്, ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമാകാം, എൻ്റെ അഭിപ്രായമാകാം. പക്ഷേ മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് സ്റ്റേറ്റിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ആ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ വസ്തുതകളുടെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടത് ഒരു ആദ്യത്തെ ഉത്തരവാദിത്തമാണ്. അറിയാതെ പറഞ്ഞു പോകുന്ന രീതി നിയമസഭയിൽ അത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുള്ള രീതിയല്ല മുഖ്യമന്ത്രിയിൽ നാട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ മിക്കവാറും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ എന്നും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കൈകാര്യം ചെയ്തിരുന്ന മേഖലകളാണ് കൂടുതൽ, അല്ലാതെ ഒത്തിരി ഉണ്ട്. അപ്പോൾ കുറേ കൂടി ഭാരം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. അത്രയും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ വകുപ്പും ഞാൻ കൈകാര്യം ചെയ്തിരുന്നതും ബന്ധപ്പെട്ടിരുന്നതുമായ പ്രശ്നങ്ങളിൽ വരുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, ഇപ്പം നുണ എന്ന് പറയാം, പക്ഷേ പാർലമെൻ്ററി വാക്ക് നുണയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശീലിച്ചു ഇത് വസ്തുതാവിരുദ്ധം എന്ന് പറയാൻ പാടുള്ളൂ എന്നാണ് ഈ പാർലമെൻ്ററി ഭാഷയിലുള്ളത്. അപ്പോൾ അതാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. ഓരോ മന്ത്രിസഭ ബ്രീഫിങ്ങും ഇങ്ങനെയുള്ള അവസരങ്ങൾ അറിയാതെ തന്നെ തുറന്നിട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഒക്കെ പ്രധാനമായിട്ട് 3-4 പോയിന്റുകളിലാണ് അടുത്ത കാലത്തായിട്ട് ചർച്ചകളൊക്കെ ഒരുപാടുണ്ടായിട്ടുള്ളത്. ഒരിപ്പം ടാറ്റയുടെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചുള്ള ചോദ്യം തന്നെ എടുക്കാം. അവിടെ മുഖ്യമന്ത്രി അത് വിശദീകരിച്ചു. അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ആകെ മൊത്തത്തിൽ വരാനിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ വ്യാപ്തിയെക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇനിയും ഒരു തർക്കത്തിന് സാധ്യതയുണ്ടോ? അദ്ദേഹം അത് വിസ്തീരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമുക്ക് കാണേണ്ടത് എന്താ, ബ്ലൂംബർഗിന് കൊടുത്ത ആ പോഡ്കാസ്റ്റിങ്ങിനകത്ത് 3 വാചകങ്ങളാണ്. ആദ്യം വിഴിഞ്ഞം പറയുന്നു, അതിന് ടാറ്റ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു ഷിപ്പ് ബിൽഡിങ്ങിനകത്ത്. വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ദ ലാൻഡ്, ഞങ്ങൾ ലാൻഡ് കൊടുക്കാൻ പോവുകയാണ്, 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷിപ്പ് ബിൽഡിങ്ങിൽ ഇവർ വരുന്നത്. ഈ 3 വാചകങ്ങളാണ് പറയുന്നത്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും 10,000 കോടി ടാറ്റ കേരളത്തിൽ മറ്റൊരു സ്റ്റേറ്റിലും ചെയ്യാത്ത നിക്ഷേപം വരുമ്പോൾ ഒരു ബ്രേക്കിംഗ് ആണ്. എല്ലാ മാധ്യമങ്ങളും നന്നായി വാർത്ത കൊടുത്തു. എന്നാൽ ഇക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്ര ആ ടാറ്റ അമ്പരന്ന് പോയി എന്ന വാർത്ത വരുന്നത് വരെ ഒരു തിരുത്തും വന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. ഇങ്ങനെ വന്നതിൽ കാരണം നമ്മൾ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ കമ്പനികളാകുമ്പോൾ ക്രെഡിബിലിറ്റി പ്രധാനമാണ്. പിന്നെ ഡിസ്ക്ലോസ് എന്ത് ചെയ്യാം, നോൺ ഡിസ്ക്ലോസ് ഉണ്ട്, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവർ പറയുന്നത് വരെ, ഇത് കള്ളമാണ് എന്ന് പറയുന്നത് വരെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും നിശബ്ദമായിരുന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നേരത്തെ ഇവർ വന്നിരുന്നു, അവരൊരു വേറെ കമ്പനിയാണ്, അവർ മലബാർ സിമൻസുമായിട്ട് ധാരണയിലേക്ക് പോവുകയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നില്ല ഇത് നേരത്തെ ഉള്ള പദ്ധതിയാണ്, ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു, ഞങ്ങൾ അത് നന്നായി ആ പദ്ധതി. അത് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന് മുമ്പ് തന്നെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഡാറ്റാ ബേസ്ഡ് ഗവേണൻസ്, ഇതെല്ലാം എൻ്റെ ഓഫീസിൽ വന്ന ആളുകൾക്കറിയാം. ഞങ്ങൾ ഡേറ്റും മിനിറ്റും സെക്കൻഡും വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ മുറിയിലെ ക്ലോക്കും ഡാഷ്ബോർഡ് സംവിധാനങ്ങളെല്ലാം. അവിടെ ടാറ്റയുടെ ഒരു സബ്സിഡറിയാണ് ആർസ്റ്റൺ എഞ്ചിനീയറിംഗ്, ഇത് ഹൈദരാബാദ് കമ്പനിയാണ്. ഇവരെ ഒരു ഘട്ടത്തിൽ ടാറ്റ ഷെയർ ടേക്ക് ഓവർ ചെയ്യാണ്. അപ്പോൾ ഒരു സബ്സിഡറി കമ്പനിയാണ്. ഇവർ ചെറിയ നേവിക്ക് വേണ്ടി ഷിപ്പുകൾ, മെട്രോ, വാട്ടർ മെട്രോ, ഇതിനെല്ലാം ബോട്ടുകളൊക്കെ നിർമ്മിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2014 മുതൽ മലബാർ സിമൻസിന് വേണ്ടി പോർട്ട് ട്രസ്റ്റിൻ്റെ ലാൻഡ് ലീസിനെടുത്തിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ PSUവിൻ്റെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ലാൻഡ് അവരുടെ ഇൻട്രസ്റ്റ് അവർക്ക് തന്നെ എടുക്കാം, ആ പണം അതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ വന്നു. ആ ചർച്ച എൻ്റെ ചേംബറിൽ ചർച്ച നടന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊസീഡ് ചെയ്തു. അങ്ങനെയാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ അവർ ഇത് ഒപ്പുവയ്ക്കുന്നത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന് മുമ്പ് ടാറ്റ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖരനെ ഞാൻ നേരിട്ട് പോയി കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു നമ്മൾ ഈ IKGS. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ കേരളത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ 2-3 മാസത്തേക്ക് ഒടുവില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് വെച്ച് ശ്രീ ചന്ദ്രനെ കണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു സബ്സിഡറി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ എടുത്താൽ, അപ്പോൾ അദ്ദേഹത്തിന് സബ്സിഡറി തന്നെ വലിയ പിടുത്തില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ നോക്കി, അത് ശരിയാണ്, ഇങ്ങനെയുള്ള കമ്പനിയാണ്, അവർക്ക് ടേക്ക് ഡിസിഷൻ ബൈ ദെയർ ഓൺ കപ്പാസിറ്റി, അതിന് ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഇത് മുന്നോട്ട് പോയി MOU ഒപ്പുവെച്ചു. അതിനുശേഷം 2026 ഫെബ്രുവരിയിൽ ഗവൺമെൻറ് അതിന് അംഗീകാരം നൽകി. 2026 ഫെബ്രുവരി 19 അതേ മാസം തന്നെ ഫെബ്രുവരി 27 ഐലൻഡ് പോർട്ട് ഈ ലാൻഡൊന്ന് മാറ്റി.
കാരണം കുറേ കൂടി കൺവീനിയൻ്റ് ആയ ലാൻഡ് മട്ടാഞ്ചേരി വാർഫിലാണ്. ആ ലാൻഡ് അനുവദിച്ചുകൊണ്ട് 2026 ഫെബ്രുവരി 27 അവർ ഉത്തരവിറങ്ങി. ലാൻഡ് ക്ലിയർ ചെയ്ത് നിർമ്മാണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഒരു ആചാര സന്ദർശനമുള്ളൂ, KTC വിസിറ്റ് ഉണ്ടല്ലോ, ആ വിസിറ്റായിട്ട് ഇവർ പോയിരുന്നു. ഇവർ പോയി ഗ്രൂപ്പാണ്, ആർസൻ ഗ്രൂപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ 58 കോടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ലാൻഡിൻ്റെ വില നമ്മുടെ ഷെയറായിട്ട് കണക്കാക്കും. പാർട്ട്ണർഷിപ്പ് ജോയിൻറ്റ് വെഞ്ചറാണ്. അതിൽ ബാക്കി ടെക്നോളജിയും ഇവരൊരു ഇൻവെസ്റ്ററെ കൂടി കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ MOU ഒപ്പുവെച്ചു. അതിന് ശേഷം ഇതിൻ്റെ വെറ്റിംഗ് കഴിഞ്ഞിട്ട് MOUയും ഞങ്ങളുടെ ഗവൺമെൻറ് സമയത്തിന് ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാണും. അപ്പോൾ അദ്ദേഹത്തിന് അവരുടെ സമയത്ത് തുടങ്ങിയതാണ്. ഞങ്ങൾ കുറേ കൂടി നന്നായി അതിന് വേഗതയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതൊക്കെ പറയാം, അത് പറയണം, അതാണ് നാടിന് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ അതങ്ങ് മറച്ചു വെച്ചു. അപ്പോഴാണ് ഇതല്ല, ഇതിങ്ങനെയാണ്, ഇതാണ് കാര്യം. അപ്പോൾ അത് ഉടൻ തന്നെ വ്യവസായ മന്ത്രി പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ടാറ്റയുടെ ആളുകൾ ഞങ്ങൾ വന്ന് കണ്ടിരുന്ന ചിത്രം പുറത്തു വിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വ്യവസായ മന്ത്രി ചിത്രം പുറത്തു വിട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചിത്രം പുറത്തു വിടേണ്ടി വന്നു. കാരണം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. IKGS വന്ന അതേ ആൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പറയേണ്ടിരുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു. പക്ഷെ പറഞ്ഞു പോയപ്പോൾ സ്വാഭാവികമായിട്ട് പോഡ്കാസ്റ്റിങ്ങിൽ വന്ന കാര്യമാണ്. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ ഇത്തിരി വൈകി. പക്ഷേ നാം കാണേണ്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടാറ്റ ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് കയറുന്നു, 10,000 കോടി കേരളത്തിൽ നിക്ഷേപിക്കുന്നു. ഇത് വരുമ്പോൾ ടാറ്റയുടെ ഷെയർ വാല്യൂ കൂടും, വലിയ ബൂം വരും, ആളുകൾ ഷെയറിലേക്ക് നിക്ഷേപിക്കും. ടാറ്റ അപ്പോൾ നിഷേധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? സെബിയിൽ അടുത്ത പരാതി വരും, നിങ്ങൾ കൃത്രിമമായിട്ട് അത് കൃത്രിമമായിട്ടൊരു ബൂം ഉണ്ടാക്കിയല്ലോ. ഇത് ചെറിയ കാര്യമല്ല ശരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ഇരിക്കുമ്പോൾ സ്ഥലത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ടാറ്റയെ കൊണ്ടുവരുന്നത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം 10,000 കോടി എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മന്ത്രി എന്ന നിലയിലോ മുഖ്യമന്ത്രി എന്ന നിലയിലോ പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ദി ഗവൺമെൻറ്. അത് ആധികാരികമാണ്, ഭരണഘടനാ പദവിയിൽ നമ്മൾ പറയുന്നത്. അതിലാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്. അത് കേരളത്തിനും അത്തരം പ്രസ്താവനകൾ ഗുണം ചെയ്യും. 2, വളരെ കോമ്പറ്റീറ്റീവാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സിനാറിയോ. ഇപ്പോൾ ഓരോ സ്റ്റേറ്റും, ഞാൻ തന്നെ ഒരു വിയറ്റ്നാം കമ്പനിയായിട്ട് ചർച്ച ചെയ്ത് 10% ലാൻഡ് കൊടുക്കാൻ തുടക്കത്തിൽ നിന്നൊക്കെ ധാരണ. തമിഴ്നാട് 1 രൂപയ്ക്ക് കൊടുത്തു ലാൻഡ്, 1 രൂപയ്ക്ക്. അപ്പോൾ അങ്ങനെ വളരെ മത്സരം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, എത്ര പറയാം, എവിടെ പറയാം, ഈ ഒരു ധാരണ ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.